പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു എന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും കർത്താവ് അറിയുന്നു. കർത്താവ് നമ്മെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ മുൻ നിയമിച്ച ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെ ക്രിസ്തു അറിയുന്നു എന്ന് ഇന്നു പകൽക്കാലം വചനം വളരെ വ്യക്തമായി മനസ്സിലാക്കിച്ചു തരുന്നു. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അവസാന ഘട്ടം വരെയും കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ്റെ മഹാദയ ഓർത്ത് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ആർക്കൊക്കെ സ്തുതിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. മാനുഷികമായി ഹല്ലേലൂയ പല ആശ്രയങ്ങൾ ഹല്ലേലൂയ ഈ ലോകത്ത് നാം ലഭിക്കുമെങ്കിലും അത് താൽക്കാലികമാണ്, അത് നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ക്രിസ്തുവിൽ തന്നെ ആശ്രയം വെക്കുന്ന വ്യക്തി ജീവിതമേ, പ്രതികൂലങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, എന്നാൽ ദൈവസന്നിധിയിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു. ഒരിക്കലും ശത്രുവായവൻ നമ്മെക്കുറിച്ച് സന്തോഷിക്കാതെ ക്രിസ്തുവിന് വേണ്ടി സമയം വേർതിരിച്ച് ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ എൻ്റെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ ആഴമേറിയ ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. എന്നെ ഹല്ലേലൂയ അനേകർക്ക് അറിയാം എന്ന് നാം മാനുഷികമായി പറഞ്ഞു എങ്കിൽ എൻ്റെ ക്രിസ്തു പറയുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ അവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തു നമ്മെ അറിയുന്നു എന്ന് പറയുമ്പോൾ വളരെ ചിന്ത ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള വലിയൊരു സന്തോഷമാണല്ലേ ദൈവസന ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നീ ഏതൊക്കെ വിഷയങ്ങളാണോ ഈ വർഷം ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ച് നീ പ്രാർത്ഥിച്ചത്, നിന്റെ മനസ്സിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്, ആ വിഷയത്തിന് മധ്യേ നീ ക്രിസ്തുവിൽ ആശ്രയിച്ചാണോ അത് തുടങ്ങിയതെങ്കിൽ, നീ ക്രിസ്തുവിൽ ആശ്രയിച്ചാണോ പ്രാർത്ഥിച്ചതെങ്കിൽ, ക്രിസ്തുവിൽ നീ ഉറച്ചു നിന്നു എങ്കിൽ, ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിരാശയുടെ മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വലിയ വലിയ ഹല്ലേലൂയ കൊടുങ്കാറ്റുകൾ അടിച്ചപ്പോ അതിൽ പതറാതെ നീ ഉറച്ചു നിന്നു എങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതമേ, കർത്താവിൽ ആശ്രയം വെച്ച ഹല്ലേലൂയ വ്യക്തിയെ തങ്ങൾ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. എന്നെനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്നൊരു സൗഖ്യം ലഭിക്കും. എൻ്റെ ജീവിതത്തിൽ എന്നൊരു ഹല്ലേലൂയ ഓ എഴുന്നേൽപ്പ് എൻ്റെ ജീവിതത്തിൽ ലഭിക്കും. എന്നെൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ മറുപടി ലഭിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ക്രിസ്തുവിൻ്റെ സന്നിധി മുന്നേറുവാണെങ്കിൽ, ഓ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാണെങ്കിൽ, അതോടുകൂടെ സകലത ഓ ഹല്ലേലൂയ നടത്തുവാൻ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ നാം മുമ്പേ ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനം കൊടുത്ത് ക്രിസ്തുവിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് വേണ്ടിയുള്ള സമയം ദൈവത്തിന് തന്നെ നീ കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നീ നിലനിന്നു കഴിഞ്ഞാൽ കർത്താവ് നിന്നെയും അറിയുന്നുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തി അറിയുന്നത് പോലെ അല്ല, ഒരു ഹല്ലേലൂയ ഓ മാനുഷികമായ ഒരു പരിഗണന ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഓട്ട മത്സരത്തിന് ഹല്ലേലൂയ നാം ഹല്ലേലൂയ ജയിക്കുമ്പോൾ അതിൽ പ്രൈസ് കിട്ടുമ്പോൾ ഓ വളരെയധികം സന്തോഷം അനുഭവിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരൊക്കെയാണോ വിരുദ് പ്രാപിക്കുന്നത്, ആരൊക്കെയാണോ നിത്യതയിൽ എത്തുന്നത്, ആരൊക്കെയാണോ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നത്, ആരൊക്കെയാണോ ഉപവാസ
വിശ്വസിക്കുന്നത്, ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതമേ, ക്രിസ്തുവിൽ തന്നെ ആശ്രയം വെക്കുന്ന ജീവിതമേ, എന്റെ കർത്താവ് പറയുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. തങ്കൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഏതൊക്കെ വിഷയത്താലാണോ നീറുന്ന അനുഭവത്തിലായിരിക്കുന്നത്, ഏതൊക്കെ വിഷയമാണോ നീ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങളുടെ നടുവില് ഒരു ദൈവ പ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ച വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിന് കൊടുക്കേണ്ട പൂർണ്ണ മഹത്വം ക്രിസ്തുവിന് കൊടുക്ക്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്ക്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സന്നിധിയിൽ ക്രിസ്തുവിനെ തന്നെ ഘോഷിച്ചുല്ലസിച്ചുകൊണ്ട് ഭയത്തോടെ വിറയലോടെ കർത്താവിനെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഘോഷിച്ചുല്ലസിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കർത്താവിന് തന്നെ കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിൻ മധ്യേ ഓട്ടോമാറ്റിക്കലി ആ വിഷയങ്ങൾക്ക് ഒരു മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മധ്യേ, നീ ഭാരപ്പെട്ട വിഷയങ്ങളുടെ മധ്യേ, മാറ്റി നിർത്തിയ വിഷയങ്ങളുടെ മധ്യേ ഹല്ലേലൂയ രേഖ തിരുത്തി എഴുതുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ നീ മനുഷ്യരിൽ ആശ്രയിച്ചതുപോലെയല്ല, യഹോവയിൽ ആശ്രയിക്കുന്നവരാ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് ക്രിസ്തുവിന്റെ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആശ്രയം ക്രിസ്തുവിലായിക്കൊണ്ട് മുന്നേറിക്കഴിഞ്ഞാൽ ക്രിസ്തു നമ്മെ അറിയുവാനിടയാകും, നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനിടയാകും. എത്ര തന്നെ ഹല്ലേലൂയ തീച്ചൂളയുടെ നടുവിൽ കൂടെ പോയാലോ, വെള്ളത്തിൽ കൂടെ പോയാലോ, നദിയിൽ കൂടെ പോയാലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആശ്രയമുണ്ടോ? ഹല്ലേലൂയ. നിത്യതയിൽ എത്തിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ ലോകം നമ്മെ നിന്ദിക്കും, ഈ ലോകം നമ്മെ ഹല്ലേലൂയ കഷ്ടപ്പെടുത്തും. ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് പലവിധമായ നിന്ദകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ പ്രതിസന്ധികൾ, പട്ടിണികൾ, ഹല്ലേലൂയ ഉപദ്രവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ ക്രിസ്തുവിനോട് കൂടുതൽ ആശ്രയമായിക്കോ, ക്രിസ്തുവിൽ തന്നെ ആശ്രയം വെക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.